ഗായ്സ്, ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടി രണ്ടുപേരല്ല, അവർ 4 പേര് ചേർന്ന് 2 സ്കൂട്ടറിലായിട്ട് വന്നു. നമ്മുടെ മംഗലാരം ഭാഗം എത്തിയപ്പോഴത്തേക്ക് അവർ മറിഞ്ഞടിച്ച് വീണ്. അവരെ പിറവൊക്കെ മുറിഞ്ഞ് വാരി. ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിക്കണ, രാവിലെ വെളുപ്പിനെ 3 മണിക്ക് വിളിക്കുന്നു. മംഗലാപുരത്തെ ഒരു ആക്സിഡൻറ്റ്, ഗൂഗിളിൽ നിന്നും ആശുപത്രിയുടെ നമ്പർ നോക്കി എടുത്തിരുന്നു. അവിടെ ഞാൻ ഓടി അവിടെ എത്തിയപ്പോഴത്തേക്ക് അവരെ കൈയൊക്കെ മുറിഞ്ഞ് ഭയങ്കര ഒരുമാതിരി ഇരിക്കണം. ഞാൻ അവരെ എടുത്തുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ, അൽനിയാദി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മാഡം വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത്. അപ്പോൾ അവരെന്നോട് ചോദിച്ച്, മക്കളെ എത്തി എവിടെയെങ്കിലും ആക്കി തരുമോ, പൊങ്കാല ഇടണം, 1 മാസം കൊണ്ട് നോമ്പൊക്കെ എടുക്കുകയാണ് എന്ന് വെച്ചാൽ അവർ വ്രതം എടുക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്ത് ചേച്ചി കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. കുറേ കഴിഞ്ഞ് അവർ ഒരു 4:30 ആയപ്പോൾ അവർക്ക് പെയിൻ സഹിക്കാൻ വയ്യ. പെയിൻ കില്ലർ കൊടുത്ത്, അതിൽ ഒരു ചേച്ചിക്ക് പെയിൻ കില്ലർ അലർജിയാണ്. അപ്പോൾ മാഡം അതുകൊണ്ട് എന്നെ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പെയിൻ കില്ലർ കൊടുത്തില്ല. പെയിൻ കില്ലർ എന്നിട്ട് അവർ വേദന സഹിക്കാൻ വയ്യ. അങ്ങനെ അവരെ കൂടെ അവരെ ഹസ്ബൻഡാണോ ആ ചേട്ടൻ പറഞ്ഞ് നമുക്ക് എനിക്ക് വീട്ടിൽ പോയി പൊങ്കാലിടാന്ന് പറഞ്ഞു. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റല്. നമ്മുടെ ഹോസ്പിറ്റലിലെത്തി. അൽനിയാദി ഹോസ്പിറ്റലാണ്. ഇവിടുത്തെ നമ്മുടെ തോന്നയ്ക്കല്ല ഒരു ചെറിയ ഫേമസ് ഹോസ്പിറ്റലാണ്. സത്യം പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും എല്ലാവരും ഓടിക്കൊണ്ട് പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ടാണ്. ശരിക്കും എനിക്ക് നല്ല വിഷമമായി. അവരിപ്പോൾ വണ്ടിയിലിരുന്നപ്പോഴേ, അവരെ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ വണ്ടിയിലിരുന്നപ്പോഴേ അവർ ഏകദേശം കരയാറായി. 2 പേരും കൂടി കരയും, ഉറപ്പാണ്. അപ്പം ഒരാൾ ഭർത്താവിൻ്റെ സഹോദരിയും പിന്നെ ആ ചേച്ചിയാണ്. അപ്പോൾ 2 എണ്ണവും ഭയങ്കര കൂട്ടാണെന്ന് തോന്നുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറ്റിയില്ലല്ലോ, അവിടെ ചെന്നപ്പോഴേ ഒന്നും ഇല്ലല്ലോ ചേച്ചി, ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് 2 പേരും ഒന്നിനൊന്നും മിച്ചം തന്നെ. അപ്പോൾ എന്തോ പറയണ്ട. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായിരുന്നു ഇവരെ കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങി വരികയാണ്. അവർ ഏകദേശം കരയാനുള്ള പ്ലാനായി. അവർ ഈ 1 മാസം നോമ്പെന്ന് വ്രതം എടുത്തിട്ട് അവർ വെജിറ്റബിൾ മാത്രം കഴിച്ച് അതിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിട്ട് അവർ പൊങ്കാല ഇടാൻ വേണ്ടി അത് രാവിലെ കുളിച്ച് റെഡിയായി ഏകദേശം ഒരു വീട്ടിൽ നിന്ന് ഒരു 2 മണിക്കൊക്കെ ഇറങ്ങി. അവർ പറഞ്ഞ് അവർ സ്പീഡായിരുന്നെന്നും പറഞ്ഞ് ഏകദേശം മംഗലാപുരം എത്തിയപ്പോഴത്തേക്കാണ് ഇത് പറ്റിയത്. 2 പേരും ഞാൻ അവിടെ കൊണ്ടുവന്നപ്പോഴും കരയാറായി. അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് വണ്ടി കയറ്റി അവരെ വീട്ടിലാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പം വീട്ടിലാക്കി കൊടുക്കാൻ പോണ വഴിക്ക് തന്നെ അവർ 2 പേരും ഇങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിച്ചിട്ട് കരയാൻ തുടങ്ങിയാണ്. ഞാൻ പറഞ്ഞ ചേച്ചി കരയില്ലേ, പോട്ടെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്, ദൈവത്തിൻ്റെ ഇതിങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് ഇടാനായിട്ടുള്ള ഇതില്ലായിരിക്കും, അതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വീടെത്തിയപ്പോൾ ഇവർ 2 പേരും ഇറങ്ങിയപ്പോൾ ഇവർ 2 പേരെ കണ്ണും ഫുള്ള് നിറഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നല്ല വിഷമമായി. ഞാൻ വിചാരിച്ച് ഒരു ഉറപ്പായിട്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരവിടെ അവർ നല്ല കരച്ചിലായിരിക്കും, ഉറപ്പാണ്. ഞാൻ പിന്നെ പറഞ്ഞ ചേച്ചിക്ക് വന്നു പോയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യണം ചേച്ചി, ഒരു കാര്യം ചെയ്യും, വീടിൻ്റെ പുറത്ത് പൊങ്കാലയിട്. കൊറോണ സമയത്തൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ഇട്ടത്. ഞാൻ പറഞ്ഞ് ടി വിയും കൂടി ഇടുക, അപ്പോൾ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ടി വിയിൽ വരാണല്ലോ. അപ്പോൾ കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും എന്താ വെള്ളം എന്ത് തളിക്കില്ലേ, ആ ടൈം ആകുമ്പോൾ നിങ്ങൾ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പൊങ്കാല ഇട്ട് ദേവിക്ക്, അത് വീട്ടിലായാലും കുഴപ്പമില്ല, ദേവി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവർ ഒരുമാതിരി കണക്കായിപ്പോയി. എന്ത് പറയണ്ട, എല്ലാവരും ദൈവം കാക്കട്ടെ, കുറച്ചും എല്ലാവരും കാക്കട്ടെ, ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. അതാണ് ഒരുമാതിരി കണക്കായിപ്പോയി. എന്ത് ചെയ്യല്ലേ, പറ്റിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ്, ഉറപ്പായിട്ടും നിങ്ങളുടെ വണ്ടികൾ എപ്പോഴും പ്രോപ്പറായിരിക്കണം. അതായത് പ്രോപ്പർ കണ്ടീഷനായിരിക്കണം. കണ്ടീഷനോട് കൂടി മാത്രമേ നിങ്ങൾ വാഹനങ്ങൾ പുറത്തിറക്കാവൂ. ടയറ്, ഹോണ്, ബ്രേക്ക്, ഇത് 3 നിങ്ങൾ നോക്കിയാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതേ കണക്ക് ടയർ അവർ തീർന്നതായിട്ട് അവരറിഞ്ഞ ഇതാണ്, പക്ഷെ ഒന്നും പറ്റില്ല എന്നും പറഞ്ഞ് പോയതാണ്. കൃത്യസമയം ആ വണ്ടി പൊട്ടി, ടയർ പൊട്ടി, 2 കൂടി മറിഞ്ഞടിച്ച് വീണു. എന്താ ചെയ്യാം. അപ്പോൾ ശരി ഗൈസ്, എനിക്കുണ്ടായ വിഷമം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. കാണാം, ബൈ.